നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെ ചില സ്കൂളുകൾ സ്ഥിരമായി ഹാജരാകാത്ത കുട്ടികളുടെ വീടുകളിലേക്ക് പോലീസിനെ അയക്കുന്നതായി റിപ്പോർട്ട്. 2022-23 കാലഘട്ടത്തിൽ 1,50,000 കുട്ടികളാണ് സ്റ്റേറ്റ് സ്കൂളുകളിൽ ക്ലാസുകളിൽ എത്താതിരുന്നത്. ക്ലാസുകളിൽ ഹാജരാകാത്ത വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കാൻ ചില സ്കൂളുകൾ കർശന നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസിനെ വീടുകളിലേക്ക് അയക്കുന്നതെന്ന് ഗാർഡിയൻ്റെ സൺഡേ പത്രമായ ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കുട്ടികളെ നിർബന്ധമായി ക്ലാസുകളിൽ എത്തിക്കാനുള്ള ഈ നടപടിക്കെതിരെ കുട്ടികളുടെ സൈക്കോളജിസ്റ്റുകളും പേരന്റ് ഗ്രൂപ്പുകളും രംഗത്തെത്തി. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾ, കുട്ടികൾ കെയററായി നിൽക്കുന്ന അവസ്ഥ എന്നിവ പരിഗണിക്കാതെയാണ് ഈ നടപടിയെന്നാണ് വിമർശനം. ശരാശരി ബ്രിട്ടീഷ് പൗന വില 3,75,000 പൗണ്ട് എന്ന റെക്കോർഡ് നിരക്കിലെത്തി. റൈറ്റ് മൂവിൻ്റെ അഭിപ്രായത്തിൽ ബ്രിട്ടനിലെ ഒരു വീടിൻ്റെ ശരാശരി വില 3,75,131 എന്ന റെക്കോർഡ് നിലയിലെത്തി. ഇത് മുൻ മാസത്തേക്കാൾ 0.8% അല്ലെങ്കിൽ 2,807 പൗണ്ടിൻ്റെ വർധനവാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 17% കൂടുതലാണ് ഈ വർഷം ആദ്യ 4 മാസങ്ങൾ ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ വർഷം പണി പൂർത്തിയായ വീടുകളുടെ വിൽപ്പന 1.1 ദശലക്ഷത്തിലെത്തുമെന്നാണ് റൈറ്റ് മൂവ് പ്രതീക്ഷിക്കുന്നത്. മോർട്ട്ഗേജ് മാർക്കറ്റിന് അനുകൂലമായ ചില സൂചനകൾ HSBC UK, ബാർക്ലേസ്, TSB എന്നിവ കഴിഞ്ഞ വെള്ളിയാഴ്ച മോർട്ട്ഗേജ് നിരക്ക് കുറച്ചിരുന്നു. ഇംഗ്ലണ്ടിലെ രോഗികൾക്ക് NHSൽ 24 മണിക്കൂറും GPയെ കാണാനുള്ള അവകാശം വേണമെന്ന് സർവേ. ഹെൽത്ത് വാച്ച് ഇംഗ്ലണ്ട്, NHS വാച്ച് ഡോഗ് തുടങ്ങിയവ ഇംഗ്ലണ്ടിലെ പല രോഗികളും 24 മണിക്കൂറിനുള്ളിൽ ഒരു GPയെ കാണാനുള്ള ഉറപ്പ് ആഗ്രഹിക്കുന്നുവെന്ന് കണ്ടെത്തി. അപ്പോയിൻമെൻറ്റുകൾ വേഗത്തിൽ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള നിലവിലെ സംവിധാനത്തിൽ നിന്നുള്ള മാറ്റമാണിത്. ഈ വർഷം ചാനൽ കടക്കുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം 10,000-ഓട് അടുക്കുന്നു. ഞായറാഴ്ച 2 ബോട്ടുകൾ കൂടി എത്തിയതോടെ ചെറിയ ബോട്ടുകളിൽ UKയിലെത്തിയ കുടിയേറ്റക്കാരുടെ എണ്ണം 10,000-ലേക്ക് അടുക്കുന്നു. മുൻ വർഷങ്ങളിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. 2023-ൽ 29,437 പേരാണ് UKയിൽ എത്തിച്ചേർന്നത്. ശനിയാഴ്ച 2 ബോട്ടുകളിലായി 103 പേരാണ് ചാനൽ കടന്നത്. ഞായറാഴ്ച എത്തിയ 2 ബോട്ടുകളിലെ നമ്പറുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. അപകടകരവും നിയമവിരുദ്ധവുമായ ഈ യാത്രകൾ തടയാൻ ഫ്രഞ്ച് പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് ഹോം ഓഫീസ് വക്താവ് പറഞ്ഞു. ഗ്രാജുവേറ്റ് വിസ സ്കീം നിർത്തലാക്കാനുള്ള നീക്കത്തിന് ക്യാബിനറ്റിനുള്ളിൽ പ്രതിഷേധം. വിദേശ വിദ്യാർത്ഥികൾക്ക് UKയിൽ 2 വർഷം വരെ ജോലി ചെയ്യാനും താമസിക്കാനും അനുമതി നൽകുന്ന ഗ്രാജുവേറ്റ് വിസ സ്കീം നിർത്തലാക്കിയാൽ ഇത് ബ്രിട്ടനിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മോശമായി ബാധിക്കുമെന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ മുന്നറിയിപ്പ് നൽകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാത്രമല്ല, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഇത് തകർക്കുകയും വിദേശത്ത് നിന്ന് കഴിവുള്ളവരെ ആകർഷിക്കാൻ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് VCമാർ പറയുന്നു. എഡ്യൂക്കേഷൻ സെക്രട്ടറി കിലിയൻ ഗീഗൻ, ചാൻസലർ ജെർമി ഹണ്ട്, ഫോറിൻ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ എന്നീ പ്രമുഖർ ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് പ്രസിഡന്റ് ഉൾപ്പെടെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 9 യാത്രക്കാരും മരിച്ചതായി സ്ഥിരീകരണം വന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി ആമീർ അബ്ദുല്ലാഹിയാനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. അപകടം നടന്നത് ഇന്നലെയാണെങ്കിലും 14 മണിക്കൂറുകളോളം വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്ത് എത്താനായത്. പ്രതികൂല കാലാവസ്ഥയായിരുന്നു പ്രധാന വെല്ലുവിളി. 3 ഹെലികോപ്റ്ററുകളാണ് പ്രസിഡന്റിന്റെ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മറ്റ് 2 ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണ്. അന്യായമായ പിരിച്ചുവിടലിനെതിരെ കേസ് നൽകി വെർജിൻ അറ്റ്ലാന്റിക് ക്യാബിൻ ക്രൂ. 100 കണക്കിന് സീനിയർ ക്യാബിൻ ക്രൂ സ്റ്റാഫുകളെ കോവിഡ് സമയത്ത് പിരിച്ചുവിട്ടതായി വാർത്തകൾ വരികയും ഇതിൽ കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി 200-ൽ പരം കേസുകളാണ് റിച്ചാർഡ് ബ്രാൻസന്റെ വെർജിൻ അറ്റ്ലാന്റിക്സിനെതിരെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് ലണ്ടനിലെ എംപ്ലോയ്മെന്റ് ട്രിബ്യൂണൽ ഈ കേസുകൾ അടുത്ത മാസം പരിശോധനയ്ക്ക് എടുക്കുമെന്ന് അറിയിച്ചു. മാർച്ച് 2020-ൽ കോവിഡ് മൂലമുണ്ടായ ലോക്ക്ഡൌണിൽ വെർജിൻ അറ്റ്ലാന്റിക് ഫ്ലൈറ്റ് ഓപ്പറേഷൻ നിർത്തുകയും 3000-ഓളം സ്റ്റാഫുകളെ ജോലിയിൽ തിരിച്ചെടുക്കാമെന്ന കണ്ടീഷനിൽ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഓപ്പറേഷൻസ് ആരംഭിച്ചപ്പോൾ 40 വയസ്സിന് മുകളിലുള്ള നിരവധി സീനിയർ സ്റ്റാഫുകളെ ജോലിയിൽ തിരിച്ചെടുത്തില്ല എന്നും ഒരാഴ്ച മാത്രം ട്രെയിനിംഗ് ലഭിച്ചിട്ടുള്ള ചെറുപ്പക്കാരായ പല സ്റ്റാഫുകളെയും തിരിച്ചെടുക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.